നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ കേരള ബാങ്കിൻ്റെയൊക്കെ സിലബസിലുള്ള ഒരു മൊഡ്യൂളാണ് ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആസ് പെർ സെക്ഷൻ 17 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ബാങ്ക് ഷുഡ് ട്രാൻസ്ഫർ മിനിമം 20% ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. ഇപ്പം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 17 പ്രകാരം ബാങ്ക് ഷുഡ് ട്രാൻസ്ഫർ മിനിമം 20% ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അറ്റ് പ്രസൻറ്റ് അത് 25%. സെക്ഷൻ 17 പ്രകാരം മിനിമം 20% ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റാണ് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പം അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ബാങ്കിങ് കമ്പനി, അതായത് ഷെയർ പ്രീമിയം അക്കൗണ്ടിലോ റിസർവ് ഫണ്ടിലോ ഒക്കെ തുക മറ്റെന്തിനേലുമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് 21 ദിവസത്തിനുള്ളിൽ RBIനെ അറിയിക്കണം. അതേത് സാഹചര്യത്തിലാണ് അത് ചെയ്തതെന്നുള്ളത് ബോധിപ്പിക്കുകയും ചെയ്യണം. അപ്പം സെക്ഷൻ 17 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം മിനിമം 20% ഓഫ് പ്രോഫിറ്റാണ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റേണ്ടത്. സെക്ഷൻ 5 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഗീവ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് വേരിയസ് ടേംസ്. ഇപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 ചെയ്യുന്നത് ഓരോ ബാങ്കിങ് ടേംസിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് ആണ്. അതിൽ സെക്ഷൻ 5A ആണെങ്കിൽ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് മീൻസ് ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സച്ച് അതർ സെക്യൂരിറ്റീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ RBI ഫ്രം ടൈം ടു ടൈം. അപ്പം സെക്ഷൻ 5 ആണ് ബാങ്കിങ്ങിലെ ഓരോ ടേംസിനെ കുറിച്ചൊക്കെയുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ആണ്. അപ്പോൾ സെക്ഷൻ 5A പറയുന്നത് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് മീൻസ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സച്ച് അതർ സെക്യൂരിറ്റീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ RBI ഫ്രം ടൈം ടു ടൈം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. സെക്ഷൻ 5A ഇമ്പോർട്ടൻ്റ് ആണ്, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. പിന്നെ സെക്ഷൻ 5B നമുക്ക് എപ്പോഴും കാണുന്ന ഡെഫിനേഷനാണ് ബാങ്കിങ്. ബാങ്കിങ് മീൻസ് accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. അപ്പം സെക്ഷൻ 5Bയിലാണ് ബാങ്കിങ്ങിൻ്റെ ഡെഫിനേഷന്. ഇപ്പോൾ സെക്ഷൻ 5A അപ്രൂവ്ഡ് സെക്യൂരിറ്റീസും സെക്ഷൻ 5Bയിൽ ബാങ്കിങ്ങുമാണ്. സെക്ഷൻ 5C ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറയുന്നത് ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനി മീൻസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇപ്പോൾ സെക്ഷൻ 5Cയിൽ പറയുന്നത് ബാങ്കിങ് കമ്പനിയെക്കുറിച്ചാണ്. ബാങ്കിങ് കമ്പനി മീൻസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജസ്റ്റ് സെലക്ട് ചെയ്താണ് എടുത്തേക്കുന്നത്, എല്ലാം ഒന്നും പഠിക്കണ്ട. സെക്ഷൻ 5F ഡിമാൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ 5Fൽ പറയുന്നത് ഡിമാൻഡ് ലയബിലിറ്റീസ് ആണ്. ഡിമാൻഡ് ലയബിലിറ്റീസ് മീൻസ് ലയബിലിറ്റീസ് വിച്ച് മസ്റ്റ് ബി മെറ്റ് ഓൺ ഡിമാൻഡ്. ആൻഡ് ടൈം ലയബിലിറ്റീസ് മീൻസ് ലയബിലിറ്റീസ് വിച്ച് ആർ നോട്ട് ഡിമാൻഡ് ലയബിലിറ്റീസ്. ഇപ്പോൾ ഡിമാൻഡ് ലയബിലിറ്റി മീൻസ് ലയബിലിറ്റീസ് വിച്ച് മസ്റ്റ് ബി മെറ്റ് ഓൺ ഡിമാൻഡും ടൈം ലയബിലിറ്റി മീൻസ് ലയബിലിറ്റീസ് വിച്ച് ആർ നോട്ട് ഡിമാൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ അതേക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 5Fൽ. സെക്ഷൻ 5FF ആണെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 5G ആണെങ്കിൽ ഗോൾഡിൻ്റെ തന്നെ G എന്ന് ഓർത്താൽ മതി. അപ്പോൾ സെക്ഷൻ 5FFൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും സെക്ഷൻ 5G ആണെങ്കിൽ ഗോൾഡ്. സെക്ഷൻ 5N അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. സെക്വേർഡ് ലോൺ ഓർ അഡ്വാൻസ്. അപ്പോൾ സെക്ഷൻ 5Nൽ പറയുന്നത് സെക്വേർഡ് ലോൺ ഓർ അഡ്വാൻസ്. സെക്വേർഡ് ലോൺ ഓർ അഡ്വാൻസ് മീൻസ് എ ലോൺ ഓർ അഡ്വാൻസ് മെയ്ഡ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് അസെറ്റ്സ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് വിച്ച് ഈസ് നോട്ട് അറ്റ് എനി ടൈം ലെസ് ദാൻ ദ എമൗണ്ട് ഓഫ് സച്ച് ലോൺ ഓർ അഡ്വാൻസ്. അപ്പോൾ സെക്വേർഡ് ലോൺ ഓർ അഡ്വാൻസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 5Nലാണ്. സെക്വേർഡ് ലോൺ ഓർ അഡ്വാൻസ് മീൻസ് ലോൺ ഓർ അഡ്വാൻസ് മെയ്ഡ് ഓൺ സെക്യൂരിറ്റി ഓഫ് അസെറ്റ്സ്. അപ്പോൾ അസെറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒരിക്കലും ആ ലോൺ എമൗണ്ടിൻ്റെയോ അഡ്വാൻസിൻ്റെയോ ഒക്കെ വിലയിൽ അതിൽ താന്നു പോകരുത്.
അതാണ് സെക്യൂർഡ് ലോൺ ഓർ അഡ്വാൻസ് മീൻസ് എ ലോൺ ഓർ അഡ്വാൻസ് മെയ്ഡ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് അസെറ്റ്സ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് വിച്ച് ഈസ് നോട്ട് അറ്റ് എനി ടൈം ലെസ് ദാൻ ദ എമൗണ്ട് ഓഫ് സച്ച് ലോൺ ഓർ അഡ്വാൻസ്. അടുത്തത് സെക്ഷൻ 13 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിൽ മാക്സിമം എമൗണ്ട് ഓഫ് കമ്മീഷൻ, ബ്രോക്കറേജ്, ഡിസ്കൗണ്ട് ഓർ റെമ്യൂണറേഷൻ ഇൻ എനി ഫോം in respect of any shares issued by a banking company should not exceed 2.5% of the issue price of shares. അപ്പം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 13 പറഞ്ഞേക്കുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് കമ്മീഷന്, ബ്രോക്കറേജ്, ഡിസ്കൗണ്ടോ അല്ലെ റെമ്യൂണറേഷനോ, അതായത് ഷെയർ ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കമ്മീഷനോ ബ്രോക്കറേജ് ഡിസ്കൗണ്ട് ഒന്നും ഷുഡ് നോട്ട് എക്സീഡ്, ഒരിക്കലും ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസിൻ്റെ 2.5% കൂടുതൽ ഒരിക്കലും എക്സീഡ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇപ്പോൾ സെക്ഷൻ 13 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം മാക്സിമം എമൗണ്ട് ഓഫ് കമ്മീഷൻ, ബ്രോക്കറേജ്, ഡിസ്കൗണ്ട് ഓർ റെമ്യൂണറേഷൻ in any form in respect of any shares issued by a banking company should not exceed 2.5% of issue price of shares. ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസിൻ്റെ 2.5% ഒരിക്കലും എക്സീഡ് ചെയ്യരുത്, കമ്മീഷനും ബ്രോക്കറേജും ഒന്നും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അത് പറയുന്നത് സെക്ഷൻ 13 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലാണ്. സെക്ഷൻ 26 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽസ് വിത്ത് റിപ്പോർട്ടിംഗ് ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 26 പറയുന്നത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് RBIക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്ത അക്കൗണ്ട്സിലെ ഡെപ്പോസിറ്റൊക്കെ. എവരി ബാങ്കിങ് കമ്പനി വിത്തിൻ 30 days ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ദ കലണ്ടർ ഇയർ submit a return in the prescribed form and manner to the RBI about all accounts which have not been operated upon 10 years. അതായത് എല്ലാ ബാങ്കിങ് കമ്പനിയും കലണ്ടർ ഇയറിൻ്റെ ക്ലോഷറിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ RBIക്ക് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. എബൌട്ട് എല്ലാ അക്കൗണ്ട്സും 10 കൊല്ലമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്ത എല്ലാ അക്കൗണ്ട്സിനെ കുറിച്ചുള്ള റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം RBIക്ക് എല്ലാ ബാങ്കിങ് കമ്പനിയും. അത് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വിത്തിൻ 30 days ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് കലണ്ടർ ഇയർ. An account become inactive if there is no transaction for 12 months. ഇപ്പോൾ ഒരു അക്കൗണ്ട് ഇനാക്റ്റീവ് ആണെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ 12 മാസം ഇല്ലെങ്കിൽ, ഇനോപ്പറേറ്റീവ് ആണെന്ന് പറയുന്നത് 24 മാസം ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ, അൺക്ലെയിംഡ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ 10 കൊല്ലമായിട്ട് ഇല്ലെങ്കിൽ. അപ്പം അക്കൗണ്ട് ബിക്കം ഇനാക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ട്രാൻസാക്ഷൻ 12 മാസമായിട്ടില്ലെങ്കിൽ, ഇനോപ്പറേറ്റീവ് എന്ന് പറയുന്നത് 24 മാസമായിട്ടില്ലെങ്കിൽ, അൺക്ലെയിംഡ് എന്ന് പറയുന്നത് 10 കൊല്ലമായിട്ട് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കണ്ടെയ്ൻസ് 5 പാർട്സ്. ഇപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് 5 പാർട്സ് ആണുള്ളത്. പാർട്ട് 1 എന്ന് പറയുന്നത് പ്രിലിമിനറി, പാർട്ട് 2 ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, പാർട്ട് 3 സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, പാർട്ട് 4 മിസ്സലേനിയസ്, പാർട്ട് 5 ആപ്ലിക്കേഷൻ ഓഫ് ദ ആക്ട് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് 5 പാർട്സ് ആണുള്ളത്. പാർട്ട് 1 എന്ന് പറയുന്നത് പ്രിലിമിനറി, പാർട്ട് 2 എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, പാർട്ട് 3 എന്ന് പറയുന്നത് സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, പാർട്ട് 4 എന്ന് പറയുന്നത് മിസ്സലേനിയസ്, പാർട്ട് 5 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ദ ആക്ട് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്. ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കവർ ചെയ്തു പോകാം, കോർപ്പറേഷൻ്റെയും ബാങ്കിങ്ങിൻ്റെയൊക്കെ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. മിനിമം നമ്മളിടുന്ന ബേസ് ആയിട്ട് ഈ സിലബസിൽ കറക്റ്റ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഇതെങ്കിലുമൊക്കെ മിനിമം പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.